السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أعوذ بكلمات الله التامات التي لا يجاوزهن بر ولا فاجر من شر ما خلق وذرأ وبرأ، ومن شر ما ينزل من السماء، ومن شر ما يعرج فيها، ومن شر ما يلج في الأرض، ومن شر ما يخرج منها، ومن شر فتن الليل والنهار، ومن شر كل طارق إلا طارقا يطرق بخير يا رحمن. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഹദീദിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, 12-ാമത്തെ ആയത്തിൽ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ذلك هو الفوز العظيم. യൗമ തറ, താങ്കൾ കാണുന്ന ദിവസം, അഥവാ ഖിയാമത്ത് നാളിൽ താങ്കൾ കാണും. അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആളുകളായ അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലുമെല്ലാം ഈമാനുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും അന്ന് താങ്കൾ കാണും. യസ്ആ നൂറുഹും ബൈന ഐദീഹിം, യസ്ആ നൂറുഹും, അവരുടെ പ്രകാശം സഞ്ചരിക്കുന്നു, ബൈന ഐദീഹിം, അവർക്ക് മുന്നിലൂടെ, വബി ഐമാനിഹിം, അതുപോലെ അവരുടെ വലം കൈകളിലുണ്ട്, അഥവാ അവരുടെ വലം കൈകളിൽ അവരുടെ കിതാബുകളുമുണ്ട്. ബുശ്റാകുമുൽ യൗം, അവരോട് പറയപ്പെടും, ബുശ്റാകുമുൽ യൗം, ഇന്ന് നിങ്ങൾക്കുള്ള സന്തോഷ വാർത്ത എന്തെന്നാൽ, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന അതീവ സുന്ദരമായ സ്വർഗത്തോപ്പുകളാണ്. ഖാലിദീന ഫീഹ, അവിടെ ശാശ്വതരായി കഴിയുക എന്നതാണ്. ذلك هو الفوز العظيم, അതുതന്നെയാകുന്നു മഹത്തായ വിജയം. ذلك هو, അത് തന്നെയാണ് അൽ ഫൗസ്, വിജയം, അൽ അദീം, മഹത്തായ വിജയം. ഖിയാമത്ത് നാളിൽ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തിനും, അഥവാ സത്യവിശ്വാസികളായ അള്ളാഹുവിനും അവൻ്റെ കിതാബുകളിലും അവൻ്റെ റസൂലുകൾ അറിയിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും യഥാവിധി വിശ്വസിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ലഭിക്കുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ അനിൽ മുഅ്മിനീന അൽ മുതസദ്ദിഖീൻ, അള്ളാഹു സദഖകൾ കൊടുക്കുന്ന നല്ലവരായ മുഅ്മിനുകളെ കുറിച്ച് പറയുന്നു. അഥവാ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു ദാനധർമ്മത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അന്നഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ യസ്ആ നൂറുഹും ബൈന ഐദീഹിം ഫി അറഫാത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ മഹ്ശറിൽ വെച്ച് അവരുടെ പ്രകാശം അവരുടെ മുന്നിൽ സഞ്ചരിക്കുന്നത് കാണാം. ബിഹസബി അഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും അത്. സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രകാശം മുന്നിലുണ്ടാകും. എന്നാൽ കുഫാറുകൾക്ക്, അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക്, അള്ളാഹുവിനെയും അവൻ്റെ റസൂലുകളെയും വിശ്വസിച്ച ആളുകൾക്ക് ഖിയാമത്ത് നാൾ ഇരുട്ടായിരിക്കും. അവരുടെ കൈവെള്ള പോലും കാണാൻ സാധിക്കാത്ത അത്രയും പോലെ ഇരുട്ടിൽ അള്ളാഹു അവരെ ആക്കിക്കളയും. മുഅ്മിനുകൾക്ക് നരകത്തിന് മുകളിലുള്ള പാലം, സ്വർഗത്തിലേക്കുള്ള പാലം, അതിനു മുകളിൽ അള്ളാഹു പ്രകാശം നൽകും. ആ പ്രകാശം കൊണ്ട് അവർക്ക് വേഗത്തിൽ അതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ആ പാലം
മുറിച്ചു കടക്കാൻ സാധിക്കും. പല വേഗത്തിൽ അതിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിരിക്കുന്നു. ചില സലഫുകൾ പറയുകയുണ്ടായി, ലൈസ അഹദുൻ ഇല്ലാ യുഅ്താ നൂറൻ യൗമൽ ഖിയാമ, ഒരാളുമില്ല ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശം നൽകപ്പെടാതെ ഒരാളുമില്ല. ഫൈദൻതഹു ഇല സിറാത്തി തഫിഅ നൂറുൽ മുനാഫിഖീൻ, എന്നാൽ സിറാത്ത് പാലത്തിന്റെ അടുത്തെത്തിയാൽ മുനാഫിഖുകളുടെ പ്രകാശം കെട്ടുപോകുന്നു. മുനാഫിഖുകളുടെ പ്രകാശം അവിടെ എത്തിയാൽ കെട്ടുപോകുന്നു. ഫലമ്മാ റആ ദാലികൽ മുഅ്മിനൂൻ, അത് മുഅ്മിനുകൾ കാണും. കപടവിശ്വാസികളുടെ പ്രകാശം കെട്ടുപോകുന്നത് മുഅ്മിനുകൾ കാണും. ആ സമയത്ത് അഷ്ഫഖൂ അൻ യുത്ഫഅ നൂറുഹും കമാ തഫിഅ നൂറുൽ മുനാഫിഖീൻ, അഷ്ഫഖൂ അൻ യുത്ഫഅ നൂറുഹും കമാ തഫിഅ നൂറുൽ മുനാഫിഖീൻ, മുനാഫിഖുകളുടെ പ്രകാശം കെട്ടുപോയതുപോലെ ഞങ്ങളുടേതും ഉള്ളത് കെട്ടുപോകുമോ എന്ന് മുഅ്മിനുകൾ പേടിക്കും. ആ സമയത്താണ് അവർ ദുആ ചെയ്യുക, റബ്ബന അത്മിം ലനാ നൂറന. സൂറത്തു തഹ്രീമിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, അള്ളാഹുവെ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ എന്ന്. ഇമാം ഹസനുൽ ബസ്രി പറഞ്ഞതായി വന്നിരിക്കുന്നു, യസ്ആ നൂറുഹും ബൈന ഐദീഹിം, അവർക്ക് മുന്നിലൂടെ അവരുടെ പ്രകാശം സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ അലസ്സിറാത്ത്, അഥവാ സിറാത്തിന് മുകളിലാണ് ആ വെളിച്ചം. സിറാത്തിലൂടെ കടക്കുമ്പോഴാണ് മുന്നിലൂടെ അവരുടെ പ്രകാശം പോകുമെന്ന് അള്ളാഹു പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത്. അതുപോലെ ചില സലഫുകൾ പറഞ്ഞത് കാണാം, ചില ആളുകൾക്ക് ഒരു പർവ്വതം കണക്കെ അവരുടെ പ്രകാശം മുന്നിലുണ്ടാകും, ചില ആളുകൾക്ക് ഒരു ഈത്തപ്പന പോലെ, ചില ആളുകൾക്കൊരു മനുഷ്യൻ നിന്നതുപോലെ, അങ്ങനെ അത്രയും വലിപ്പത്തിൽ. ചില ആളുകൾക്കാകട്ടെ വളരെ ചെറിയ അയാളുടെ വിരലിന്റെ അറ്റത്ത് മാത്രം ഒരു പ്രകാശം, അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നു. ആ വെളിച്ചത്തിൽ സിറാത്ത് മുറിച്ചു കടക്കുന്ന ആളുകളുണ്ട്. അമലുകൾക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ കാറ്റിന്റെ വേഗതയിൽ, മിന്നൽ വേഗതയിൽ അത് മുറിച്ചു കടന്ന് സ്വർഗത്തിലേക്ക് എത്തുന്നവരുണ്ട്. കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നവരുണ്ട്. വേഗത്തിലോടുന്ന ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ആളുടെ വേഗത എന്താണോ അങ്ങനെ മുറിച്ചു കടക്കുന്നവരുണ്ട്. ഓടിക്കടക്കുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്നവരുണ്ട്. ഫമഖ്ദൂഷുൻ നാജിൻ, ആ പാലത്തിനു ചുറ്റുമുള്ള കൊളുത്തുകളാൽ കോറി അതിന്റെ പ്രഹരമേറ്റ് പരിക്കുപറ്റി രക്ഷപ്പെടുന്നവരുണ്ട്. അതുപോലെ പിന്നിലൂടെ വലിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുമുണ്ട്. നഊദു ബില്ലാഹ്. ആ സമയത്ത് അള്ളാഹുവിന്റെ നബി അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അള്ളാഹുവെ രക്ഷിക്കണമേ, അള്ളാഹുവെ രക്ഷിക്കണമേ എന്ന് ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. يوم آدي وسمان يقول المنافقون والمنافقات, കപട വിശ്വാസികളായ മുനാഫിഖുകളായ ആണും പെണ്ണും പറയുക, ലില്ലദീന ആമനു, മുഅ്മിനുകളോട്, ഉൻദുറൂന, ഞങ്ങളെ ഒന്ന് നോക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കൊളുത്തിയെടുത്തോട്ടെ, ഞങ്ങൾക്കും നിങ്ങളുടെ പ്രകാശത്തിൽ ഞങ്ങളും ഒന്ന് കടന്നോട്ടെ, നിങ്ങളുടെ പ്രകാശം ഞങ്ങളും എടുക്കട്ടെ, ഒന്ന് ഞങ്ങളെ നോക്കൂ എന്ന് മുഅ്മിനുകളോട് മുനാഫിഖുകളായ പുരുഷന്മാരും സ്ത്രീകളും പറയും. ഖീൽ, അപ്പോൾ അവരോട് പറയപ്പെടും, ഇർജിഉ വറാഅക്കും, നിങ്ങൾ പിന്നിലേക്ക് തന്നെ മടങ്ങിപ്പോകൂ, നിങ്ങൾ പിന്നിലേക്ക് തന്നെ മടങ്ങിപ്പോകൂ. ഫൽതമിസൂ നൂറ, എന്നിട്ട് നിങ്ങൾ അവിടെ തെരഞ്ഞോളൂ നിങ്ങളുടെ പ്രകാശം, നിങ്ങളുടെ പ്രകാശം അവിടെ ഉണ്ടോ എന്ന് നോക്കൂ. ഫദുരിബ, ആ സമയത്ത് അതാ അവിടെ സ്ഥാപിക്കപ്പെടുന്നു, ബൈനവും അവർക്കിടയിൽ, അഥവാ മുഅ്മിനുകൾക്കും മുനാഫിഖുകൾക്കും ഇടയിൽ, യഥാർത്ഥ വിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും ഇടയിൽ സ്ഥാപിക്കപ്പെടും. ബിസൂരിൻ, ഒരു ചുമർ, ഒരു മതിൽ സ്ഥാപിക്കപ്പെടും. ലഹു ബാബ്, അതിനൊരു വാതിലുണ്ട്.
ബാത്തിനുഹു ഫീഹി റഹ്മതു വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. ബാത്തിനുഹു ഫീഹി, അതിൻ്റെ ഉൾഭാഗത്ത് അർറഹ്മതു, അവിടെയാണ് കാരുണ്യമുള്ളത്, അഥവാ സ്വർഗം അവിടെയാണ്. വദാഹിറുഹു, അതിൻ്റെ പുറം ഭാഗത്ത് മിൻ ഖിബലിഹി, അതിൻ്റെ പുറം ഭാഗത്ത് അതിനോട് അതിൻ്റെ ദിശയിലുള്ളത് എന്താണ്? അൽ അദാബു, ശിക്ഷയാകുന്നു. യുനാദൂനഹും, അപ്പോൾ അവർ ഇവരെ വിളിക്കും, അഥവാ മുനാഫിഖുകൾ മുഅ്മിനുകളെ വിളിക്കും, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ, ഞങ്ങൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ എന്നവർ പറയും. കാരണം മുനാഫിഖുകൾ എന്നാൽ ഉള്ളിൽ അള്ളാഹുലോ അവൻ്റെ ദീനിലോ പരലോകത്തിലോ യാതൊരു വിശ്വാസവും ഇല്ലാത്തവരാണ് മുനാഫിഖുകൾ. പുറമേക്ക് അഭിനയിക്കുക മാത്രം, അതാണ് വിശ്വാസപരമായ നിഫാഖ്. വിശ്വാസപരമായ നിഫാഖ് അതാണ്. അവർ മുസ്ലിമീങ്ങളെ അല്ല, വെറുതെ അഭിനയിക്കുക മാത്രം. മുസ്ലിമായ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ളതുപോലെ ഇസ്ലാമിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ മറ്റു പുറത്താണെന്ന് പറയാതിരിക്കാൻ, സാമൂഹ്യ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം പറയൂ, ഉള്ളിൽ യാതൊരു വിശ്വാസമല്ല. അങ്ങനത്തെ ചില ആളുകൾ അവരുടെ വാക്കിൽ നിന്ന് ആ നിഫാഖ് ചില സമയത്ത് പുറത്തേക്ക് ചാടും. അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും അവൻ്റെ റസൂലിനെയും ഒക്കെ പരിഹസിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ അത് കാലത്തിന് യോജിക്കാത്തതാണെന്ന് പറയുക. ഇതെല്ലാം വ്യക്തമായ കുഫറിൻ്റെ വാക്കുകളാണ്. കുഫറിൻ്റെ വാക്കുകളാണ്. ഒരു മുഅ്മിൻ അവൻ അള്ളാഹുവിൻ്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഏത് നാട്ടിലും ഏത് സ്ഥലത്തും അത് ബാധകമാണെന്ന് വിശ്വസിക്കുന്നവനാണ്. അതേത് കാലത്തേക്കും യോജിച്ചതാണെന്നും ഏത് കാലത്തെയും ജനങ്ങളെ നന്നാക്കാൻ പോകുന്നതാണെന്നും വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അവൻ ആളുകൾക്ക് വേണ്ടിയോ അവൻ ആരുടെയെങ്കിലും പിന്തുണക്ക് വേണ്ടിയോ കയ്യടിക്ക് വേണ്ടിയോ അള്ളാഹുവിൻ്റെ ദീൻ വളച്ചൊടിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവർ പറയുന്നു, ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഈ ഖുർആൻ അല്ലാത്ത മറ്റൊന്ന് കൊണ്ടുവാ, അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞ മറുപടി എന്താ? ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. എനിക്കിത് എൻ്റെ ഇഷ്ടപ്രകാരം മാറ്റാൻ കഴിയില്ല. എനിക്കിത് എൻ്റെ ഇഷ്ടപ്രകാരം മാറ്റാൻ കഴിയില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. എനിക്ക് അള്ളാഹുവിൻ്റെ വഹി കിട്ടുന്നത് മാത്രമാണ് ഞാൻ പിൻപറ്റുന്നത്. അള്ളാഹുവിൻ്റെ വഹിയാണിത്, അള്ളാഹുവിൻ്റെ ദീനാണിത്. അവനാണ് മനുഷ്യരെ പടച്ചത്. മനുഷ്യരേതാണ് ഏറ്റവും ഖൈറെന്ന് അവനാണ് അറിയുക. നിങ്ങൾ കാണുന്നില്ലേ അവൻ എങ്ങനെയാണ് മനുഷ്യനെ പടച്ചതെന്ന്? ഒരു നുത്ഫയിൽ നിന്ന്, പിന്നെ അതാ ഫൈദാഹു ഖസീമും മുബീൻ. ഒരു ദ്രാവകത്തിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര വലിയ തർക്കക്കാരനാകുന്നത്? അവൻ നിഷേധിക്കുന്നു അള്ളാഹു അവനെ വീണ്ടും ജീവിപ്പിക്കുന്നതിനെ. അവൻ കാണുന്നില്ലേ ആളുകളെ അള്ളാഹു മരിപ്പിക്കുന്നത് എത്ര പെട്ടെന്നാണ്. ചിലർക്ക് അള്ളാഹു വലിയ ആയുസ് കൊടുക്കും, നീണ്ട കാലം ജീവിതം നൽകുന്നു. ചിലരാകട്ടെ അത്രയൊന്നും പ്രായമെത്താതെ യൗവനത്തിലും ബാല്യത്തിലുമെല്ലാം മരിച്ചു പോകുന്നു. ഇതിൻ്റെ എല്ലാം റബ്ബായ അള്ളാഹുവിൻ്റെതാണ് ഈ ദീൻ. ആ ദീൻ സ്വീകരിച്ചവന് മാത്രമേ പരലോകത്ത് രക്ഷയുള്ളൂ. ഈ ലോകത്തും പരലോകത്തും അവനാണ് യഥാർത്ഥ സൗഭാഗ്യമുള്ളത്. അപ്പൊ മുനാഫിഖുകൾക്ക് യഥാർത്ഥത്തിൽ യാതൊരു വിശ്വാസവുമില്ല. അവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? അപ്പോൾ അവരോട് പറയപ്പെടും, ഖാലൂ ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും. അല്ല, നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി. വതറബ്ബസ്തും, നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. വർതബ്തും, നിങ്ങൾ സംശയിച്ചു. വഗറത്കുമുൽ അമാനിയു, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഹത്താ ജാ അംറുല്ലാഹ്, അള്ളാഹുവിന്റെ അംർ, അവന്റെ കൽപ്പന വരുന്നതുവരേക്കും നിങ്ങൾ ആ സ്ഥിതിയിലായിരുന്നു. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹുവിന്റെ കാര്യത്തിൽ പരമവഞ്ചകനായ ഗറൂറായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. ഫൽയൗമ, ഇന്നേ ദിവസം, ലാ യുഖദു മിൻകും, നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഫിദിയത്തുൻ, ഒരു പ്രായശ്ചിത്തം സ്വീകരിച്ച്, ഒരു പകരം വല്ലതും സ്വീകരിച്ച് ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകപ്പെടുക, അതില്ല. വലാ മിനല്ലദീന കഫറു, നിങ്ങളിൽ നിന്നുമില്ല.
കാഫിറുകളിൽ നിന്നും സ്വീകരിക്കുകയില്ല. മഅ്വാകുമുന്നാർ, നിങ്ങളുടെ സങ്കേതം നരകമാകുന്നു. ഹിയ മൗലാക്കും, നിങ്ങളെ വിട്ടുപിരിയാത്ത നിങ്ങളുടെ സങ്കേതം അതാണ്. വബിഅ്സൽ മസീർ, എത്ര മോശമായ സ്ഥലമാണത്, എത്ര മോശം ചെന്നുചേരാനുള്ള സ്ഥലമാകുന്നു അത്. നോക്കൂ, ഈ ആയത്തുകൾ മുഅ്മിനുകൾ ഖിയാമത്ത് നാളിൽ അവർക്ക് നൽകപ്പെടുന്ന പ്രകാശത്തെക്കുറിച്ചും മുനാഫിഖുകൾക്ക് അവരുടെ പ്രകാശം ഇല്ലാതായി പോകുന്നതിനെ കുറിച്ചും ആണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുക. നോക്കൂ, സലഫുകൾ പറയുകയുണ്ടായി, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു ഉൻദുറുനാ നഖ്തബിസ് മിൻ നൂരിക്കും. മുനാഫിഖുകൾ ആയ പുരുഷന്മാരും സ്ത്രീകളും മുഅ്മിനുകളോട് പറയും, ഒന്ന് ഞങ്ങളെ നോക്കൂ, ഒന്ന് ഞങ്ങളെ നോക്കൂ, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളൊന്ന് എടുക്കട്ടെ. ഇബ്നു കസീർ പറയുന്നു, വഹാദാ ഇഖ്ബാറു മിൻഹു തആല അമ്മാ യഖഉ യൗമൽ ഖിയാമത്തി ഫിൽ അറസാത്തി മിനൽ അഹ്വാലിൽ മുസ്ഇജ വസ്സലാസിലിൽ അളീമ വൽ ഉമൂരിൽ ഫദീഅ. ഇത് ഖിയാമത്ത് നാളിൽ നടക്കുന്ന ഭീതിതമായ, അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന, വളരെ മോശമായ ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ മുനാഫിഖുകൾക്കുണ്ടാകുന്ന മോശമായ അനുഭവങ്ങളെക്കുറിച്ച് അല്ലാഹുവിന്റെ വിവരണമാണിത്. വഅന്നഹു ലാ യൻജു യൗമഇദിൻ, അന്ന് രക്ഷപ്പെടുകയില്ല, ഇല്ലാ മൻ ആമന ബില്ലാഹി വറസൂലിഹി വഅമില ബിമാ അമറ അല്ലാഹു ബിഹി വതറക മാ നഹാ അൻഹു വസജർ. അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞത് വെടിയുകയും ചെയ്തവനല്ലാതെ അന്ന് രക്ഷപ്പെടുകയില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ സഹാബികളിൽപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു ഉപദേശത്തെക്കുറിച്ച് പറയുകയുണ്ടായി. മഹാനായ സഹാബി അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഡമസ്കസിൽ ഒരു ജനാസയിൽ പങ്കെടുക്കുകയും എന്നിട്ട് ജനാസയുടെ മയ്യത്ത് മറമാടാൻ വേണ്ടി ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടെ കൂടിയ ജനങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്, റസൂലുള്ളാഹി കാണിച്ചു തന്നിട്ടുള്ളതാണത്. കാരണം ആ സമയം, ആ രംഗം എന്നത് ആളുകൾ ഖൈർ ഉൾക്കൊള്ളാൻ വളരെ സഹായകമാകുന്ന രംഗമാണത്. ആളുകളുടെ ഹൃദയം ലോലമാകുന്ന മയ്യിത്തും അതിൻ്റെ കാര്യങ്ങളും ഖബറും നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നതുമൊക്കെ കാണുമ്പോൾ നേരായ ഹൃദയമുള്ള ആരുടെ ഹൃദയത്തിനാണ് മാറ്റം വരാതിരിക്കുക? അങ്ങേയറ്റം കേടുവന്ന ഹൃദയത്തിന് മാത്രമേ ആ സമയത്ത് ഒന്നും തോന്നാതിരിക്കുകയുള്ളൂ. കാരണം നമ്മളൊക്കെ മസീർ ഇതാണ്, നമ്മുടെ ഒക്കെ അന്ത്യം ഇതാണ്, ഈ മണ്ണിനടിയിലാണ് നമുക്കൊക്കെ ചെല്ലാനുള്ളത്. ഇതുപോലുള്ളതിനാണ് നമ്മൾ അമൽ ചെയ്യേണ്ടത്, ഈ നാളിനു വേണ്ടിയാണ് നാം അമൽ ചെയ്യേണ്ടത് എന്ന് ബുദ്ധിയുള്ള ഓരോ മുഅ്മിനും ഓർക്കുന്ന രംഗമാണത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഉപദേശങ്ങൾ നൽകിയിരുന്നു. മയ്യിത്ത് അതിൽ വലിയ ഗുണപാഠങ്ങളുണ്ട്. എത്രത്തോളം മുസ്ലിമീങ്ങളല്ലാത്തവരുടേതുപോലും ഖബർ സന്ദർശിക്കുക എന്നത് അനുവദനീയമായ കാര്യമാണ്. കാരണം ഖബർ കണ്ടാലുള്ള ഇത്യാം, ഗുണപാഠം ഉൾക്കൊള്ളൽ അതിൽ പോലുമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മയുടെ ഖബർ സന്ദർശിച്ചത്. ഇമാം നവവി റഹിമഹുല്ലാഹ് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഈ ഹദീസിൽ തെളിവുണ്ട് കാഫിറുകളുടെ ഖബറുകൾ സന്ദർശിക്കാമെന്നതിന്. കാരണം ഇത്യാദിനു വേണ്ടി, ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. അതുകൊണ്ടാണ് യഹൂദിയുടെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നത്. റസൂലുള്ളാഹിനോട് അതൊരു യഹൂദി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞ മറുപടി എന്താ? അലൈസത് നഫ്സ, അതൊരു നഫ്സല്ലേ? കാരണം മരണം എന്ന രംഗം അതിനോടുള്ള തഅദീം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റുന്നത്. ചില ആളുകൾ ഇത് വളരെ ശരിയല്ലാത്ത രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വെച്ച ചോദ്യം എന്താ? അലൈസത് നഫ്സ, അതൊരു നഫ്സല്ലേ? അതൊരു റൂഹാണ്. ജീവനുണ്ടായിരുന്ന, ശരീരത്തിലുണ്ടായിരുന്ന റൂഹ് അത് റബ്ബിലേക്ക് പോയി. മൗത്തിനോടുള്ള തഅദീമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം. പിന്നീട് അത് നസ്ഖ് ചെയ്യപ്പെട്ടു. പിന്നീട് ആ നിയമം ദുർബലമായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നിരുന്നില്ല എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇനി അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ചെയ്തു തന്നെ ഇതാണ് അതിന്റെ കാരണം. മൗത്തിനോടുള്ള തഅലീമാണത്. മരണം അതിനോടുള്ള, അത് വളരെ ഗുണപാഠം നൽകേണ്ട, ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ആരുടെ മരണമാണെങ്കിലും അതിൽ ചില പാഠങ്ങൾ, ഗുണപാഠങ്ങളുണ്ട്. ഏതൊരാളുടെ മരണം എന്നതിൽ നമുക്ക് ഗുണപാഠമുണ്ട്. നല്ലവന്റെ മരണമാണോ ആ മരണം പോലെ ആകാൻ, നമ്മുടെ മരണമാകാൻ നമുക്ക് ആഗ്രഹം ജനിപ്പിക്കേണ്ടതുണ്ട്. വൃത്തികെട്ടവന്റെ, അള്ളാഹുവിലും അവന്റെ റസൂലിലോ അള്ളാഹുവിന്റെ ദീനിലോ ഒന്നും വിശ്വാസമില്ലാതെ മരിച്ചുപോയവന്റെ മരണമാണോ, അങ്ങനെ ആവാതിരിക്കാനുള്ള പേടി, അങ്ങനെ ആയിപ്പോകരുതെന്ന പേടി നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഏത് നിലക്കും അതിൽ ഉപദേശങ്ങളുണ്ട്, അതിൽ ഗുണപാഠങ്ങളുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഈ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പറയുകയുണ്ടായി, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നകും ഖദ് അസ്ബഹ്തും വഅംസൈതും ഫീ മൻസിലിൻ തഖ്തസിമൂന ഫീഹിൽ ഹസനാതു വസ്സയ്യിആത് വതൂശികൂന അൻ തദ്അനൂ മിൻഹു ഇലാ മൻസിലിൻ ആഖർ വഹുവ ഹാദാ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾ ഇതാ ഇപ്പോഴുള്ള ഈ മൻസിൽ, യാത്രക്കിടയിൽ ഇറങ്ങാനുള്ള സ്ഥലങ്ങൾക്കാണ് മൻസിൽ എന്ന് പറയുക. നമ്മുടെ ഒരു മൻസിൽ മാത്രമാണ് ദുനിയാവ്. നമ്മുടെ ഔവലു മൻസിൽ അത് സ്വർഗമാണ്. നമ്മുടെ പിതാവിന്റെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൻസിൽ അതാണ്. നഖിൽ ഫുആദക ഹൈസു ശിഅത മിനൽ ഹവ മൽ ഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി വകം മൻസിലിൻ ഫിൽ അർദി അലഫുഹുൽ ഫതാ വഹനീനുഹു അബദൻ ലിഅവ്വലി മൻസിലി. ഒരു കവി പാടുകയുണ്ടായി, നഖിൽ ഫുആദക ഹൈസു ശിഅത മിനൽ ഹവ, നീ നിന്റെ ഹൃദയത്തെ നീ ഉദ്ദേശിക്കുന്ന ഏത് നിന്റെ താല്പര്യത്തിന്റെ പിന്നാലെ കൊണ്ടുപോയാലും മൽഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി, ഒന്നാമത്തെ ഹബീബിനോടല്ലാതെ മറ്റാരോടാണ് യഥാർത്ഥ ഹുബ്, യഥാർത്ഥ സ്നേഹം? അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ മറ്റാരോടാണ് സ്നേഹമുണ്ടാകാൻ ഒരു മുഅ്മിന് പാടുള്ളത്? ഇല്ല. വകം മൻസിലിൻ ഫിൽ അർദി യഅലഫുഹുൽ ഫതാ, ഭൂമിയിൽ എത്ര സ്ഥലങ്ങളുണ്ട് ഒരു മനുഷ്യന് വീണ്ടും ചെല്ലാൻ ആഗ്രഹം തോന്നുന്ന സ്ഥലങ്ങൾ. അവൻ ചെറിയ പ്രായത്തിൽ കളിച്ച സ്ഥലങ്ങൾ, ചെറിയ കുട്ടിയായിരിക്കെ അവൻ പഠിച്ച പാഠശാലകൾ, ഇങ്ങനെ ചെറിയ കുട്ടിയായിരിക്കെ അവൻ കളിച്ചു നടന്നിരുന്ന സ്ഥലങ്ങൾ, ഇതുപോലെ മനുഷ്യന് വീണ്ടും ഒന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹം തോന്നുന്ന എത്ര സ്ഥലങ്ങളുണ്ട്. വഹനീനുഹു അബദൻ ലിഅവ്വലി മൻസിലി, അത് നിനക്ക് ഏറ്റവും അധികം തോന്നേണ്ടത് എവിടെയാണ്? എന്റെ ഒന്നാമത്തെ മൻസിൽ സ്വർഗത്തെക്കുറിച്ചാണ്. അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അവിടെയാണ് നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവ്വലു മൻസിൽ. അവിടെയാണ് നമുക്ക് എത്തിച്ചേരാനുള്ളത്. അള്ളാഹു അവന്റെ മഹത്തായ റഹ്മത്തും അവന്റെ ഫദ്ലും കൊണ്ട് അവന്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതാ ഈ മൻസിലിൽ ഹസനാത്തും സയ്യിആത്തും നിങ്ങൾക്കിടയിൽ വീതിക്കപ്പെട്ടിരിക്കുന്നു. നന്മകളും തിന്മകളും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തരുടെ വിഹിതമനുസരിച്ച്. നന്മ ചെയ്യാനുള്ള ഭാഗ്യമാർക്ക് കിട്ടിയോ അവനാണ് വലിയ ഭാഗ്യമുള്ളത്. അപ്പൊ ഇത് ഹസനാത്തും സയ്യിആത്തും വീതിക്കപ്പെട്ട ഒരു മൻസിലാണ്. വതൂശികൂന അൻ തദ്അനൂ മിൻഹു ഇലാ മൻസിലിൻ ആഖർ വഹുവ ഹാദാ. എന്നിട്ട് അബൂ ഉമാമ ആ ഖബറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മറ്റൊരു മൻസിലിലേക്ക് പോകാൻ നിങ്ങൾക്ക് സമയമെടുത്തിരിക്കുന്നു, വൈകാതെ നിങ്ങൾ അവിടേക്ക് ചെല്ലും. ഇതാണത്, ഖബറാണത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടേക്ക് ചൂണ്ടിക്കാണിച്ചു. ബൈത്തുൽ വഹ്ദ വബൈത്തുദ് ദുൽമ വബൈത്തുദ് ദൂദ് വബൈത്തുദ് ദീഖ് ഇല്ലാ മാ വസ്സഅ അല്ലാഹ്. ഇതെങ്ങനെയുള്ള വീടാണ്? ബൈത്തുൽ വഹ്ദ, ഒറ്റക്ക് കഴിയേണ്ട വീട്, ഒരാളും അവിടെ കൂട്ടിനില്ല. വബൈത്തുദ് ദുൽമ, ഇരുട്ട് നിറഞ്ഞ വീട്. വബൈത്തുദ് ദൂദ്, പ്രാണികളും ഇഴജന്തുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളുമുള്ള വീടാണ്. വബൈത്തുദ് ദീഖ്, ഇടുങ്ങിയ വീടാണത്. ഇല്ലാ മാ വസ്സഅ അല്ലാഹ്, അള്ളാഹു വിശാലമാക്കിയ വീടുകൾ ഒഴികെ. സുമ്മ തൻതഖിലൂന മിൻഹു ഇലാ മവാത്തിന യൗമൽ ഖിയാമ, പിന്നീട് അവിടെ നിന്നും നിങ്ങൾ ഖിയാമത്ത് നാളിൽ മഹ്ശർ, ആ മുറ്റത്തേക്ക് നിങ്ങൾ ചെല്ലും. فإنكم في بعض ذلك المواطن حتى يغشى الناس أمر من الله فتبيض وجوه وتسود وجوه. അങ്ങനെ നിങ്ങൾ ആ സ്ഥലത്ത് കഴിയും, അള്ളാഹുവിന്റെ അമ്ർ വരുന്നതുവരെ, അവന്റെ കൽപ്പന വരുന്നതുവരെ. അങ്ങനെ ചില മുഖങ്ങൾ വെളുക്കുകയും
ചില മുഖങ്ങൾ അന്ന് കറുത്തിരുണ്ടു പോവുകയും ചെയ്യും. ثم تنتقلون منه إلى منزل آخر فيغشى الناس ظلمة شديدة. അങ്ങനെ ഖിയാമത്ത് നാളിൽ ആ മഹ്ശറിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ നീങ്ങും. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? അങ്ങേയറ്റം കടുത്ത ഇരുട്ടാണ് അവിടെ ഉള്ളത്. ثم يقسم النور فيعطى المؤمن نورا. പിന്നീട് അവിടെ പ്രകാശം വീതം വെക്കപ്പെടും. ഓരോരുത്തർക്കും ഓരോ നൂർ അതോഹരിയായി നൽകപ്പെടും. അങ്ങനെ ഓരോ മുഅ്മിനിനും പ്രകാശം നൽകപ്പെടും. വയുത്രഖുൽ കാഫിറു വൽ മുനാഫിഖു ഫലാ യുഅതയാനി ശൈആ. മുഅ്മിനിനും എന്നാൽ കാഫിറിനും മുനാഫിഖിനും അവന് അല്ലാഹു പ്രകാശം നൽകുകയില്ല. ഞാൻ പറഞ്ഞു, മുനാഫിഖുകൾക്ക് ആദ്യം നൽകും, പിന്നീട് അല്ലാഹു കെടുത്തി കളയും. വഹുവൽ മസലുൽ ലദീ ദറബഹു അല്ലാഹു തആല ഫീ കിതാബിഹി. ഇതാണ് അല്ലാഹു സൂറത്തു നൂറിൽ ഉദാഹരണം പറഞ്ഞ കാര്യം. സൂറത്തു നൂറിൽ അല്ലാഹു പറഞ്ഞു, ഔ കദുലുമാതിൻ ഫീ ബഹ്റിൽ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് ظുലുമാതുൻ ബഅ്ദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. സൂറത്തു നൂറിൽ അല്ലാഹു പറഞ്ഞു, ഔ കദുലുമാതിൻ, അല്ല ചില ഇരുട്ടുകൾ പോലെ, ഫീ ബഹ്റിൻ ഒരു കടലിലെ ഇരുട്ടുപോലെ. എങ്ങനത്തെ കടലാണത്? ലുജ്ജിയിൻ, അങ്ങേറ്റം ആഴമുള്ള, അതീവ ആഴമുള്ള ആഴമേറിയ കടലാണ്. യഗ്ശാഹു മൗജുൻ, ആ കടലിലെ ആഴമേറിയ കടലിന്റെ ഇരുട്ട്, അതിനെ മൂടിയിരിക്കുന്നു തിരമാല. മിൻ ഫൗഖിഹി മൗജുൻ, ആ തിരമാലയ്ക്ക് മുകളിൽ മറ്റൊരു തിരമാല. മിൻ ഫൗഖിഹി സഹാബ്, അതിനു മുകളിൽ മേഘവും. എന്തിരുട്ടായിരിക്കും അത്? ദുലുമാതുൻ, ഇരുട്ടുകൾ. ബഅ്ദുഹാ ഫൗഖ ബഅദ്, അതിനു മുകളിൽ മേലേക്കുള്ള ഇരുട്ടുകൾ. ഇദാ അഖ്റജ യദഹു, തന്റെ കൈ ഒരാൾ പുറത്തെടുത്താൽ ലം യകദ് യറാഹ, അതുപോലും അവന് കാണാൻ കഴിയില്ല. കൈയെടുത്താൽ ഉള്ളകൈ കാണാതിരിക്കണമെങ്കിൽ അത്രയും കടുത്തിരുട്ടായിരിക്കണം. ലം യകദ് യറാഹ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു പ്രകാശം നൽകാത്തവന് യാതൊരു പ്രകാശവുമില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങൾ, ദുനിയാവിൽ ഇതൊന്നാകെ കെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? സല്ലല്ലാഹു അലൈഹി ആഫിയ. വെളിച്ചില്ലാതായി പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇരുട്ട് സഹിക്കാൻ സാധിക്കുമോ മനുഷ്യനത്? ഒന്നാകെ ഇരുട്ടിലായി പോവുക എന്നത് എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമ്മൾ ഉദ്ദേശിച്ചാൽ വെളിച്ചം കത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഖിയാമത്ത് നാളിൽ അതാ അല്ലാഹു ഇരുട്ടിലാക്കി കളയും. ഒന്നും അവർ കാണുകയില്ല, അവരൊന്നും കാണുകയില്ല. അവർ നരകത്തിൽ പതിക്കുകയും ചെയ്യും. അബൂ ഉമാമ പറയുന്നു, ഫലാ യസ്തദീഉൽ കാഫിറു വൽ മുനാഫിഖു ബിനൂരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ നൂറ് കൊണ്ടൊരിക്കലും അന്ന് കാഫിറിനും മുനാഫിഖിനും അതുകൊണ്ട് കാണാൻ കഴിയില്ല. മുഅ്മിൻ അല്ലാഹു പ്രകാശം നൽകിയിട്ടുണ്ട്, എന്നാൽ അതേ മഹ്ശറിലുള്ള കാഫിറിന് ആ പ്രകാശം കൊണ്ട് കാണാൻ കഴിയുന്നില്ല. മുനാഫിഖിന് ആ പ്രകാശത്തിന്റെ വെളിച്ചം കിട്ടുന്നില്ല. കമാ ലാ യസ്തദീഉൽ അഅ്മാ ബിബസരിൽ ബസീർ. ഏതുപോലെ ദുനിയാവിൽ കണ്ണിന് ഇരുട്ട് ബാധിച്ച ഒരാൾ, അന്ധനായ ഒരാൾ, കണ്ണാണാത്ത ഒരാൾക്ക് കാഴ്ചയുള്ളവന്റെ കണ്ണിൽ വെളിച്ചം കൊണ്ട് അവന് കാണാൻ കഴിയോ? ഇല്ല. അള്ളാഹു കണ്ണിൽ പ്രകാശം നൽകിയ, കാഴ്ച നൽകിയവന്റെ കാഴ്ച കൊണ്ട് അന്ധന് കാണാൻ കഴിയുന്നില്ലല്ലോ എന്നതുപോലെ വയഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു. അന്ന് മുനാഫിഖുകൾ മുഅ്മിനുകളോട് പറയും, ഉൻദുറൂന, ഞങ്ങളെ ഒന്ന് നോക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങളൊന്ന് എടുക്കട്ടെ. ഖീല ഇർജിഉ വറാഅക്കും, അവരോട് പറയപ്പെടും, നിങ്ങൾ പിന്നിലേക്ക് പോകൂ. ഫൽതമിസൂ നൂറ, അവിടെ നോക്കൂ പ്രകാശമുണ്ടോ എന്ന്. വഹിയ ഖിദ്അത്തുല്ലാഹി അല്ലതി യഖ്ദഉ ബിഹൽ മുനാഫിഖീന ഹൈതു ഖാൽ യുഖാദിഊന അല്ലാഹു വഹുവ ഖാദിഉഹും. അവർ അള്ളാഹിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് അവരെ വഞ്ചിക്കുന്നത് എന്ന് പറഞ്ഞതാണത്. അവിടെ പോയി നോക്കിക്കോ പ്രകാശം, പക്ഷേ കിട്ടുകയില്ല. ഫയർജിഊന ഇലൽ മകാനി അല്ലദീ ഖുസ്മ ഫീഹി അന്നൂറു ഫലാ യജിദൂന ശൈആ. പ്രകാശം വീതം വെക്കപ്പെട്ട സ്ഥലമുണ്ട്, വീതിച്ചു നൽകപ്പെട്ട സ്ഥലം, അവിടേക്ക് അവർ ചെല്ലും, ഒന്നും കാണുകയില്ല. ഫയൻസരിഫൂന ഇലൈഹിം, അവിടെ പോയി അവർ തിരിച്ചു വരും. അപ്പോഴതാ വഖദ് ദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് ബാത്തിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അപ്പോൾ ഇവർക്കുമിടയിൽ ഒരു മതിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു,
സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള മഹത്തായ മതിലാകുന്നു, അത് ചുമരാകുന്നു. അതിനു മുകളിലാണ് അറാഫ്, അഥവാ രണ്ടിലും കടക്കാതെ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ. പിന്നീട് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. രണ്ടു കൂട്ടരെയും കാണുന്ന ഒരു കൂട്ടർ അറാഫിൽ ഉണ്ടായിരിക്കുമെന്ന് സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അത് ഈ സൂറിന്, ഈ ചുമരിന് മുകളിലാണെന്ന് പല സലഫുകളും ഈ ആയത്തുകളുടെ തഫ്സീറിൽ പറയുകയുണ്ടായി. ഫമാ യസാലുൽ മുനാഫിഖു മുഗ്തറൻ ഹത്താ യുഖ്സമ അൻ-നൂറു വയുമയ്യിസു അല്ലാഹു ബൈനൽ മുനാഫിഖി വൽ മുഅ്മിൻ. ഖിയാമത്ത് നാളിൽ മുനാഫിഖിന്റെ അവസ്ഥ എന്താണെന്നാൽ, ഭൂമിയിൽ അവൻ വഞ്ചിച്ചും പറ്റിച്ചുമൊക്കെയാണ് ജീവിച്ചത്. അങ്ങനെ രക്ഷപ്പെട്ടു പോയിരുന്നു വഞ്ചനയും തട്ടിപ്പും കൊണ്ട്. അതുപോലെ ഖിയാമത്ത് നാളിലും, ഖിയാമത്ത് നാളിൽ എത്തിയാൽ അവൻ വിചാരിക്കുക അങ്ങനെയാണ്, മുഅ്മിനുകളെ കൂടെ കൂടി രക്ഷപ്പെട്ടു കളയാമെന്ന്. അതവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു പ്രകാശം വീതം വെക്കുന്നത് വരെ. അത് കിട്ടാതിരുന്നാൽ അവന് അക്കാര്യം മനസ്സിലാകുമെന്ന്, അള്ളാഹു അവനെയും മുഅ്മിനെയും തമ്മിൽ വേർതിരിച്ചിട്ടുണ്ട് എന്ന് അവന് മനസ്സിലാകുമെന്ന് സലഫുകൾ, മുൻഗാമികൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയുണ്ടായി. മുനാഫിക്കുകളോട് ഇങ്ങനെ ചോദിച്ചാൽ അവരോട് പറയപ്പെടും, ഖീല ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറ فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب ينادونهم. അവർ ഇവരെ വിളിക്കും, മുനാഫിഖുകൾ മുഅ്മിനുകളെ വിളിക്കും, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞവർ വിളിക്കും. അവരെവിടെയാണുള്ളത്? അങ്ങേയറ്റത്തെ ഇരുട്ടിൽ. കാരണം ദുനിയാവിലും അവർ ഇരുട്ടിലായിരുന്നു, കുഫറിന്റെയും വിവരക്കേടിന്റെയും. ഇബ്നു കസീർ പറയുന്നു, കമാ കാനു ഫിദ്ദാരി ദുനിയ ഫി കുഫ്രിൻ വജഹ്ലിൻ വശക്കിൻ വഹൈറത്തിൻ. ദുനിയാവിൽ അവർ കുഫറിന്റെയും അതുപോലെ അജ്ഞതയുടെയും സംശയത്തിന്റെയും അന്ധാളിപ്പിന്റെയും ഇരുട്ടിലായിരുന്നു. മുഅ്മിനോ നേരെ തിരിച്ച്, അവൻ ഈമാനിന്റെ, അറിവിന്റെ, യഖീനിന്റെ, വ്യക്തമായ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലായിരുന്നു. അവൻ അന്താളിപ്പിൽ, അവൻ സമാധാനത്തിലാണ്. ഇതുപോലെയാണ് ഖിയാമത്ത് നാളിലും. ഖിയാമത്ത് നാളിൽ ഈ ഇരുട്ടിൽ കഴിഞ്ഞവരെ അള്ളാഹു ഇരുട്ടിൽ തന്നെയാക്കും. കാരണം അള്ളാഹുവിന്റെ വെളിച്ചം അവർ സ്വീകരിച്ചില്ല. ദുനിയാവിൽ അള്ളാഹു നൽകിയ വെളിച്ചം, ഖുർആനിന്റെ വെളിച്ചം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ വെളിച്ചം അവർ സ്വീകരിക്കാത്തതുപോലെ ആഖിറത്തിലും അവർക്ക് ആ വെളിച്ചം ലഭിക്കുകയില്ല. അവർ ഇരുട്ടിലായിരിക്കും, അവരുടെ കൈകൾ പോലും കാണാൻ സാധിക്കാത്ത ഇരുട്ടിൽ. ആ സമയത്ത് അവർ മുഅ്മിനുകളെ വിളിക്കും, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഇമാം ഇബ്നു കസീർ പറയുന്നു, അയുനാദിൽ മുനാഫിഖൂനൽ മുഅ്മിനീൻ അമാ കുന്നാ മഅകും ഫിദ്ദാരി ദുനിയ നശഹദു മഅകുമുൽ ജുമആത്ത് വനുസല്ലി മഅകുമുൽ ജമാഅത്ത്. അവർ ചോദിക്കും, ഞങ്ങൾ നിങ്ങളോട് നിസ്കരിക്കാനും അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിടിക്കപ്പെടുമെന്ന് തോന്നുന്ന സമയത്ത് അവർ വന്നിരുന്നു. ഫജ്റിനും ഇശാഇനും മുനാഫിക്കുകൾ വരാതിരിക്കാനുള്ള ഒരു കാരണം പറയപ്പെട്ടത്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇരുട്ടത്താണല്ലോ ഈ രണ്ട് നിസ്കാരവും. അപ്പോൾ വരാത്തവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ ഉറക്കം, അത് എണീറ്റ് വരേണ്ട സമയം കൂടിയാണ്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരമായി സുബ്ഹും ഇശാഉം മാറിയത്. എന്നാൽ പല അവസരത്തിലും അവർ ഇവരുടെ കൂടെ, മുഅ്മിനുകളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നില്ലേ എന്ന്. ഖാലൂ ബല, അപ്പോൾ മുഅ്മിനുകൾ അവരോട് പറയും, ബല, അതെ. അലം എന്ന് ചോദിച്ചാൽ ബല എന്ന്, അലം എന്ന ചോദ്യത്തിന് ബല എന്ന് ഉത്തരം പറഞ്ഞാൽ അതേ എന്നാണ് അർത്ഥം. അലം, അതുപോലെ അലൈസ പോലെയുള്ള ചോദ്യങ്ങൾക്ക് ബല എന്നുത്തരം പറഞ്ഞാൽ, അല്ലെങ്കിൽ ല എന്നുത്തരം പറഞ്ഞാൽ അതേ എന്നാണ് അർത്ഥം. അതേ ഉണ്ടായിരുന്നു. ഖാല ബഅദു സലഫ്, അതെ നിങ്ങളുണ്ടായിരുന്നു. ഖാലൂ ബല വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനി. പക്ഷെ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കി, നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ സംശയിക്കുകയായിരുന്നു, നിങ്ങളെ ദുനിയാവിന്റെ വ്യാമോഹങ്ങൾ വഞ്ചിച്ചു കളഞ്ഞു. ചില സലഫുകൾ പറയുകയുണ്ടായി, ഐ ഫതൻതും അൻഫുസകും ബില്ലദ്ദാതി വൽ മആസി. ദുനിയാവിന്റെ ആസ്വാദനങ്ങളും പാപങ്ങളും കൊണ്ട് നിങ്ങളെ തന്നെ ഫിത്നയിലാക്കി, കുഴപ്പത്തിലാക്കി. അതുപോലെ നിങ്ങൾ കാത്തിരുന്നു. തറബ്ബസ്തും, തൗബ ചെയ്യാൻ നിങ്ങൾ കാത്തിരുന്നു, നീട്ടിവെച്ചു. നാളെയാകട്ടെ,
മറ്റന്നാളാകട്ടെ, ഇങ്ങനെ അവർ നീട്ടിവെച്ചു. അതുപോലെ തറബസ എന്നതിന് മറ്റൊരർത്ഥം മുഅ്മിനുകൾക്ക് ഷർറ് വരാൻ കാത്തിരുന്നവരായിരുന്നു അവർ. മുനാഫിക്കുകളുടെ സ്വഭാവം എന്താ? മുഅ്മിനുകൾക്ക് പ്രയാസം വന്നാൽ അവർ സന്തോഷിക്കും, മുഅ്മിനുകൾക്ക് സന്തോഷമുണ്ടായാൽ അവർക്ക് ദുഃഖമുണ്ടാവും, അവരതിൽ ദുഃഖിക്കും അസൂയ കാരണത്താൽ. അതാണ് തറബസ എന്നതിന്റെ മറ്റൊരർത്ഥം. നിങ്ങൾ കാത്തിരിക്കായിരുന്നു, അഥവാ മുഅ്മിനുകൾക്ക് പ്രയാസം ഉണ്ടാകുന്നത് നിങ്ങൾ കാത്തിരുന്നു. വർത്തബുത്തും, സംശയിച്ചു നിങ്ങൾ, മരണത്തിന് ശേഷം അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുമോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. വഗറത്കുമുൽ അമാനി, നിങ്ങൾ വ്യാമോഹങ്ങൾ വഞ്ചിച്ചു കളഞ്ഞു. എന്താണ് വ്യാമോഹം? എന്ത് തെറ്റ് ചെയ്തിട്ട് ഒരു മനുഷ്യൻ അള്ളാഹു പുറത്തുതരും, അള്ളാഹു പുറത്തുതരും എന്ന് പറഞ്ഞ് കഴിയലാണ് അമാനി, വ്യാമോഹം, ഗുറൂർ. എന്ത് തെറ്റ് ചെയ്തിട്ടും മനുഷ്യൻ തെറ്റിൽ തന്നെ തുടരുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പുറത്തുതരും, അതാണ് അമാനി, വ്യാമോഹം. അത് വ്യാമോഹമാണ്, നടക്കാൻ പോകുന്നില്ല. മറിച്ച് അവൻ അള്ളാഹു പുറത്തു തരും എന്ന് തന്നെ വിചാരിക്കണം, എന്നിട്ട് തൗബ ചെയ്യണം, തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങണം. അതാണ് വേണ്ടത്. തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും എന്നിട്ട് അള്ളാഹു പുറത്തു തരും എന്ന് നീ പ്രതീക്ഷിക്കുകയും ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ മുഅ്മിനുകൾ ചെയ്യേണ്ടത്. തെറ്റുകളിൽ തുടർന്ന് അള്ളാഹു പുറത്തു തരും, അള്ളാഹു വിട്ടുതരും എന്ന് വിചാരിക്കുന്നവൻ അവൻ അമാനിയിലാണ്, വ്യാമോഹത്തിലാണ്. അള്ളാഹു പറഞ്ഞെന്താ? ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹ്. നിങ്ങളുടെ വ്യാമോഹമോ അഹ്ലുൽ കിതാബിന്റെ വ്യാമോഹമോ അല്ല നടക്കാൻ പോകുന്നത്. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹ്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തോ അതിന്റെ പ്രതിഫലം അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. ചില സലഫുകൾ പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ നീ വഞ്ചിതനായി പോകരുത്. കാരണം ഒരു റുബുഅ് ദീനാർ, ഒരു ദീനാറിന്റെ കാലിലൊന്ന് മോഷ്ടിച്ചവന്റെ കൈവെട്ടാൻ കൽപ്പിച്ചവനാണ് റബ്ബ്. ഒരു ദീനാറിന്റെ കാലിലൊന്ന്, ഒരു ദീനാറിന്റെ നാലിലൊന്ന്, ഒരു ദീനാറിന്റെ നാലിലൊന്ന് കട്ടവന്റെ കൈവെട്ടാൻ കൽപ്പിച്ചവനാണ് റബ്ബ്. അതുകൊണ്ട് നീ അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് ഗുറൂറായി പോകരുത്. നീ പ്രതീക്ഷിക്കുക അള്ളാഹു നിനക്ക് പുറത്തു തരണം എന്നിട്ട് തൗബ ചെയ്യുക. തൗബ ചെയ്യാനാണ്. അള്ളാഹു പുറത്തു തരും, അള്ളാഹു ആകാശം കണക്കെ പാപങ്ങളുണ്ടെങ്കിലും പുറത്തു തരും എന്ന് പറഞ്ഞ ഹദീസൊക്കെ സഹോദരങ്ങളെ എന്തിനു വേണ്ടിയാ? തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാനാ? അല്ല, തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കാനാ, അള്ളാഹുലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കാനാണ് ഹദീസുകളൊക്കെ. അല്ലാതെ നീ റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് വഞ്ചിതനായി കഴിയാനല്ല, അത് പാടില്ലാത്തതാണ്. അള്ളാഹു പറഞ്ഞത് എന്താണ്? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ അടിമകളെ വിവരം അറിയിക്കൂ നബിയെ, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാനാണ് ഏറെ പുറത്തു തരുന്നവനും ഏറെ റഹ്മത്ത് ചൊരിയുന്നവനുമെന്ന്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ അത് തന്നെയാണ് വേദനയേറിയ ശിക്ഷ എന്നും അവരെ വിവരം അറിയിക്കുക. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവന്റെ ശിക്ഷയെക്കുറിച്ച് വഞ്ചിതരായി പോകാൻ നമുക്ക് പാടില്ല. അത് ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് പാപങ്ങളിൽ മുഴുകുക എന്നത് പാടില്ല. അത് നമ്മളെ നശിപ്പിച്ചു കളയും, അത് നമ്മെ നശിപ്പിച്ചു കളയും, അള്ളാഹുവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. അള്ളാഹു രണ്ട് നിർഭയത്വം ഒരാൾക്ക് ഒരുമിച്ച് നൽകുകയില്ല, രണ്ട് ഭയപ്പാടും അള്ളാഹു ഒരുമിച്ച് നൽകുകയില്ല. ദുനിയാവിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ച് ജീവിച്ചവൻ അവനെ അള്ളാഹു പരലോകത്ത് പേടിപ്പിക്കുകയില്ല. അള്ളാഹുവിന് നിർഭയത്വം നൽകും, അവന്റെ പേടി അള്ളാഹു ഇല്ലാതാക്കും. ദുനിയാവിൽ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാതെ നിർഭയനായി നടന്നവനെ അള്ളാഹു പരലോകത്ത് പേടിപ്പിക്കും. ഇവന് നിർഭയത്വം നൽകുകയില്ല, അള്ളാഹുവിന് നിർഭയത്വം നൽകുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് കഴിയുന്നവരായിരിക്കണം നമ്മൾ. നബിമാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അവർ നന്മകളിൽ മുന്നേറുന്നവരും പേടിയോടെയും പ്രതീക്ഷയോടെയും നമ്മോട് ദുആ ചെയ്യുന്നവരും അതുപോലെ നമ്മോട് ഖുശൂഇൽ കഴിയുന്നവരുമായിരുന്നു, ഭയഭക്തിയിൽ കഴിഞ്ഞവരായിരുന്നു. ഇന്നല്ലദീനഹും, അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു, മിൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ, റബ്ബിനെ കുറിച്ചുള്ള ഭയഭക്തി കാരണത്താൽ പേടിച്ച് കൽബുകൾ നടുങ്ങുന്നവരാണവർ.
വഖുലൂബുഹും അവർ സദഖ കൊടുക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്ന് വിചാരിച്ച് ഹൃദയങ്ങൾ നടുങ്ങുന്നവരാണവർ, പേടിക്കുന്നവരാണവർ. അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുമോ ഇല്ലേ എന്ന് പേടിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. മുഅ്മിൻ അവൻ ഖൈറുകൾ ധാരാളമായി ചെയ്യുകയും എന്നിട്ട് പേടിക്കുകയും ചെയ്യുന്നു. മുനാഫിഖോ തിന്മകൾ ഒരുപാട് ചെയ്യുകയും എന്നിട്ട് നിർഭയനായി കഴിയുകയും ചെയ്യുന്നു. അതാണ് മുഅ്മിനും മുനാഫിഖും തമ്മിലുള്ള വ്യത്യാസം. മുഅ്മിൻ നന്മകൾ ധാരാളമായി ചെയ്യുകയും എന്നിട്ട് പേടിക്കുകയും ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമോ, ഞാൻ വഴിതെറ്റിപ്പോകുമോ, അള്ളാഹുവിൻ്റെ ശിക്ഷ എനിക്ക് വന്നേക്കുമോ എന്ന് അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ വെക്കുന്നതോടൊപ്പം തന്നെ. എന്നാൽ മുനാഫിഖാകട്ടെ അവൻ തിന്മകളിൽ മുഴുകുകയും തെറ്റുകളിൽ ഉല്ലസിക്കുകയും എന്നിട്ട് അള്ളാഹ് പുറത്തേനും എന്ന് വിചാരിച്ച് പേടിയില്ലാതെ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ സഹോദരങ്ങൾ, അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരവും അമാനിയും രണ്ടും രണ്ടാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ ഒരുപാട് സംസാരിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച്. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരവും അതുപോലെ അള്ളാഹിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയനായിരിക്കുക എന്നതും രണ്ടും ഒന്നല്ല. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരമുള്ളവൻ അള്ളാഹിനെ അനുസരിക്കും. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരത്തിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താ? അള്ളാഹുവിനെ അനുസരിക്കും. അവൻ അള്ളാഹിനെ അനുസരിക്കാതെ തോന്നിവാസം ചെയ്തിട്ട് അള്ളാഹ് എനിക്ക് പുറത്തരും എന്ന് വിചാരിക്കൽ അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരമല്ല. അത് അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കുക, അവനെ വിലയില്ലാതെ കഴിയുക എന്നതാണ്. മുഅ്മിനുകളാകട്ടെ ചെറിയ തെറ്റിനു പോലും വലുതായി കാണുന്നവരാണവർ. സ്വന്തം കാര്യത്തിൽ ചെറിയ തെറ്റുപോലും അവർ വലുതായി കാണും. കാരണം അവർ മനസ്സിലാക്കുന്നത്, അവർ പറഞ്ഞത് അതിൻ്റെ വലിപ്പക്കുറവ് നീ നോക്കണ്ട, ആരോടാണ് നീ തെറ്റ് ചെയ്യുന്നത് അവൻ്റെ വലിപ്പത്തെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. ചില സലഫുകൾ, മുൻഗാമികൾ പറയുകയുണ്ടായി, പാപത്തിൻ്റെ വലിപ്പക്കുറവ് നീ നോക്കരുത്, മറിച്ച് നീ ആരോടാണ് ചെയ്യുന്നത് അവൻ്റെ വലിപ്പം നീ ചിന്തിച്ചു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജലാലത്തിനും ആളമത്തിനും എങ്ങനെയാണ് നിന്റെ തെറ്റുകൾ, അവൻ്റെ ജലാലത്തും അവൻ്റെ ആളമത്തും ഓർത്ത് നിനക്കെങ്ങനെ അത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ടൊന്നും നീ ഒരു തെറ്റിനെയും നീ നിസാരമായി കാണരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മറിച്ച് തെറ്റുകളെ നീ വലുതായി കാണുക, അള്ളാഹുവിനോട് ധാരാളമായി തൗബയും ഇസ്തിഗ്ഫാറും നടത്തുക. മുനാഫിഖുകൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുഅ്മിനുകൾ പറയുന്നു, ബല, അതെ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ പറയുന്നു, മഅനാ ഹാദൽ കലാമി മിനൽ മുഅ്മിനീന ലിൽ മുനാഫിഖീന അന്നകും കുൻതും മഅനാ. മുഅ്മിനുകൾ മുനാഫിഖുകളോട് അതെ നിങ്ങൾ ദുനിയാവിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഐ ബി അബ്ദാനിൻ ലാ നിയ്യത ലഹാ വലാ ഖുലൂബ മഅഹാ, ശരീരം കൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ നിയ്യത്ത് കൊണ്ടോ ഹൃദയങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. വഇന്നമാ കുൻതും ഫി ഹൈറത്തിൻ വശക്കിൻ ഫകുൻതും തുറാഊന അന്നാസ് വലാ തദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. നിങ്ങൾ സംശയത്തിലും അന്ധാളിപ്പിലുമായിരുന്നു, നിങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, അള്ളാഹുവിനെ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഓർത്തിരുന്നുള്ളൂ. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയ, അതുകൊണ്ട് നിങ്ങളിൽ നിന്നൊരു ഫിദിയയും സ്വീകരിക്കുകയില്ല. വലാ മിനല്ലദീന കഫറു, കാഫറുകളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. അതായത് ഐ ലൗ ജാഅ അഹദുകും അൽയൗമ ബിമിൽഇൽ അർദി ദഹബൻ വമിസ്ലഹു മഅഹു ലിയഫ്തദിയ ബിഹി മിൻ അദാബില്ലാഹ് മാ ഖുബില മിൻ. നിങ്ങളിൽ ഒരാൾ ഭൂമിയോളം സ്വർണം ഇന്ന് കൊണ്ടുവന്നു, ഒരു കാഫിറോ മുനാഫിഖോ, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് പകരമായി ഭൂമിയോളം സ്വർണം കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഒന്നും അവൻ്റെ കയ്യിലല്ല, ഒന്നും കയ്യിലില്ലാതെയാണ് വരുന്നത്. പക്ഷെ സങ്കല്പിക്കുക, ഭൂമിയോളം സ്വർണം അവൻ പകരമായി കൊടുത്തു എന്ന്, എങ്കിൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല. മഅ്വാകുമുന്നാർ, നിങ്ങളുടെ സങ്കേതം നരകമാണ്. ഹിയ മൗലാക്കും, അതാണ് നിങ്ങളുടെ മൗല എന്ന് പറഞ്ഞാൽ ഹിയ ഔലാ ബിക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച സങ്കേതം. മിൻ കുല്ലി മൻസിലിൻ, എല്ലാ സ്ഥലത്തേക്കാൾ. അലാ കുഫ്രിക്കും വർത്തിയാബിക്കും വബിഇസൽ മസീർ, നിങ്ങളുടെ കുഫ്ർ കാരണത്താൽ, ദീനിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ കാരണത്താൽ, എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈമാനെ പൊളിക്കുന്ന ജാതി സംശയങ്ങളാണ്, ഈമാനിനെ തകർക്കുന്ന പോലെയുള്ള സംശയങ്ങളാണ്. ഒരു മുഅ്മിനാകട്ടെ അവൻ്റെ ഈമാനിനെ ബാധിക്കുന്ന വല്ല വസ്വാസും ശൈത്താനും ഉണ്ടാക്കിയാൽ അവൻ വേഗം അള്ളാഹുവിനോട് രക്ഷ തേടും, ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടും. തൗബയും ഇസ്തിഗ്ഫാറും ധാരാളമായി വർദ്ധിപ്പിക്കും, അള്ളാഹുവിനെ ദിക്ർ ചെയ്യും, അവൻ്റെ ഖുർആൻ പാരായണം ചെയ്യും.
ഇങ്ങനെയൊക്കെയാണ് മുഅ്മിൻ ചെയ്യുക. എന്നാൽ മുനാഫിഖാകട്ടെ അവൻ്റെ ഖൽബിൽ ആ വസ്വാസ് സ്ഥാനം പിടിക്കുകയും അത് വലുതാവുകയും പിന്നീട് അവൻ്റെ ദീൻ തന്നെ ഈമാൻ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. നസ്അലുല്ലാഹ അൽ ആഫിയ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.